കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പാക്കുന്ന 100 വീട് പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട പലർക്കായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഭവന നിർമ്മാണം നടക്കുകയാണ്. കൊല്ലം പാവുമ്പയിലെ പൊന്നൻ രജിത ദമ്പതികളുടെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ആർ അരുൺരാജ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. 24 കണക്റ്റിൻ്റെയും ചിറ്റിപ്പള്ളി ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായാണ് കൊല്ലം പാവുമ്പ സ്വദേശി രജിത പൊന്നമ്മ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിൻ്റെ കല്ലിടിയിൽ കർമ്മമാണ് നടക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം സമയക്രമത്തിലാണ് ഇപ്പോൾ കല്ലിടിയിൽ കർമ്മം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കല്ലിടിയിൽ കർമ്മം നടക്കുമ്പോൾ കൊല്ലത്തെ രണ്ടാമത്തെ വീടിൻ്റെ കല്ലിടിയിൽ കർമ്മമാണ് ഇന്ന് ഈ പാവുമ്പ മേഖലയിൽ നടക്കുന്നത്. പൊന്നൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 24 കണക്റ്റിൻ്റെയും ചിറ്റിപ്പള്ളി ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. എത്രത്തോളം ഇക്കാര്യത്തിൽ സന്തോഷമുണ്ട്? ഞങ്ങൾ മൺകട്ടയ്ക്കകത്ത് കിടന്നതായിരുന്നു. അതിൽ ഇങ്ങനെ വീട് കിട്ടിയൊരു സന്തോഷം. ഒരു തലചായ്ക്കാൻ ഒരു കൂര എന്ന് പറയുന്നത് ഏവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വീട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിനകത്തൊരു ആഗ്രഹങ്ങളുണ്ട്? ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ. അങ്ങനെ ചാനലിൽ നമ്പർ കണ്ട് അങ്ങനെ വിളിച്ച് അപ്പം അവിടെ ഉള്ളവരെല്ലാം സഹായിച്ച് എത്രത്തോളം എത്തിയാണ്. എത്രയും പെട്ടെന്ന് വീട്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതെ. അപ്പം ഈ 24ൻ്റെ നമ്പറിൽ കണ്ടുകൊണ്ട് വിളിച്ച് അങ്ങനെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. എന്തായാലും വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ളൊരു ശ്രമത്തിലേക്ക് കടന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ജനപ്രതിനിധി കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ കൊല്ലം ജില്ലയിൽ രണ്ടാമത്തെ വീടാണ് ഇത്തരത്തിൽ നിർമ്മിച്ച് നൽകുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു വീട് എന്നുള്ളത് സ്വപ്നമായിരുന്നു എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ സ്വപ്നമായിരുന്നു. അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീട് കിട്ടിയത് അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ പലയിടത്തും കണ്ടതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതിയിലടക്കം ഉൾപ്പെടാതെ പോയവർക്കാണ് ഇത്തരത്തിലൊരു സഹായഹസ്തവുമായി 24 ചിറ്റിപ്പള്ളി ഫൗണ്ടേഷനും എത്തുന്നത്. കൊല്ലത്തെ രണ്ടാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇന്ന് നടക്കുന്നത്.